ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 7 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാ. അഹം, ഞാനാണ്, സർവസ്യ, എല്ലാറ്റിൻ്റെയും, പ്രഭവഃ, പ്രഭവസ്ഥാനം അഥവാ ഉത്ഭവസ്ഥാനം, മത്തഃ, എന്നിൽ നിന്നാണ്, സർവം, സകലതും, പ്രവർത്തതേ, പ്രവർത്തിക്കുന്നത്. ഇതി മത്വാ, ഈ തത്വം അറിഞ്ഞ്, ബുധാഹ, ബുധന്മാർ അഥവാ വിദ്വാൻമാർ, ജ്ഞാനികൾ, ഭാവസമന്വിതാഹ, ഭക്തിയുക്തരായി, മാം, എന്നെ, ഭജന്തി, ഭജിക്കുന്നു. ഞാനാകുന്നു എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനം അഥവാ ഉത്ഭവസ്ഥാനം. എന്നിൽ നിന്നാണ് സകലതും പ്രവർത്തിക്കുന്നത്. ഈ തത്വം അറിഞ്ഞ് ജ്ഞാനികളായിട്ടുള്ളവർ, വിദ്വാൻമാരായിട്ടുള്ളവർ ഭക്തിയുക്തരായി എന്നെ ഭജിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ സകലതിൻ്റെയും ഉറവിടം ഭഗവാനാകുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പ്രപഞ്ചം ചലിക്കുന്നത്. ഈ തത്വം അറിയുന്ന ജ്ഞാനികൾ അത്യന്തം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഈശ്വരനെ ഭജിക്കുന്നു. പരമാത്മാവിൻ്റെ 3 ഭാവങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ഭാവങ്ങൾ. സൃഷ്ടിയുടെ ഭാവമാണ് ബ്രഹ്മ. ആ സൃഷ്ടിയുടെ വ്യാപനത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഭാവമാണ് വിഷ്ണു. എല്ലാറ്റിൻ്റെയും വിലയം അഥവാ പരമാത്മാവിൽ തന്നെ ലയിപ്പിക്കുന്ന ഭാവം, അതാണ് മഹേശ്വര ഭാവം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 പ്രക്രിയകൾ ഈ 3 ഭാവങ്ങളിലൂടെ ഭഗവാൻ നിർവഹിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ വേറെ വേറെ ഈശ്വരന്മാരല്ല, ഒരേ ചൈതന്യത്തിൻ്റെ 3 ഭാവങ്ങൾ മാത്രമാണ്. വിഷ്ണു എന്നാൽ വ്യാപിപ്പിക്കുന്നവൻ, ബ്രഹ്മ എന്നാൽ സൃഷ്ടിക്കുന്നവൻ, ശിവൻ എന്നാൽ ലയിപ്പിക്കുന്നവൻ. ഈ ബ്രഹ്മഭാവത്തിൽ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം അനുനിമിഷം വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ വ്യാപിപ്പിക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭാവമാണ് വിഷ്ണു. വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വ്യാപിപ്പിക്കുന്നവൻ എന്നാണ്. ശിവഭാവം, മഹേശ്വരഭാവം ലയിപ്പിക്കുന്നതാണ്. ഭഗവാനിൽ നിന്ന് ഉത്ഭൂതമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ഭാവമാണ് മഹേശ്വരഭാവം, ശിവൻ എന്ന ഭാവം. ഒരാൾ പിതൃധർമ്മം നിർവഹിക്കുമ്പോൾ അയാൾ പിതാവാകുന്നു അഥവാ പിതാവെന്ന് വിളിക്കുന്നു. പുത്രധർമ്മം നിർവഹിക്കുമ്പോൾ പുത്രനാകുന്നു. ഭർതൃധർമ്മം നിർവഹിക്കുമ്പോൾ ഭർത്താവാകുന്നു. ഭ്രാതൃധർമ്മം നിർവഹിക്കുമ്പോൾ ഭ്രാതാവാകുന്നു. എന്നാലോ എല്ലാം ഒരേ വ്യക്തി തന്നെ. അപ്രകാരമാണ് ഈശ്വരൻ വിവിധ ഭാവങ്ങളിലൂടെ വർത്തിക്കുന്നത്. ഈശ്വരൻ എന്നത് ദർശിച്ചറിയുവാനോ സ്പർശിച്ചറിയുവാനോ കഴിയുന്ന പ്രതിഭാസമല്ല. അത് സമ്പൂർണമായ ജ്ഞാനത്തിൻ്റെ, ചൈതന്യത്തിൻ്റെ ഒരു ബോധതലമാണ്. അനുഭവിച്ചറിയാൻ മാത്രമേ കഴിയൂ. ഒരു സൂപ്പർ കോൺഷ്യസ്നസ്. ഈ പരമമായ തത്വത്തെ അറിയുന്ന ഭക്തൻ ക്രമേണ ആ തലത്തെ അഥവാ അവസ്ഥയെ, ഈശ്വരനെ പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ
പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.